ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നോഹയെക്കുറിച്ചാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൽ നോഹയെപ്പറ്റി കാണാനായിട്ട് സാധിക്കും. എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6:8. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് വളരെ അറിയാവുന്നതാണ് അവിടുത്തെ പശ്ചാത്തലം, അവിടെയുള്ള ജനങ്ങളും. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു പദമുണ്ട്, നോഹയുടെ കാലം പോലെയാണ്. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? മനുഷ്യർ സ്വസ്നേഹികളായിരുന്നു, ദുഷ്ടന്മാരും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടാണ് നോഹ ജീവിച്ചിരുന്നത്. ആ അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ സ്വഭാവങ്ങളും രീതികളും നമുക്കറിയാം. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടാണ് നോഹ ജീവിച്ചത്. പ്രിയ സഹോദരിമാരെ, ചുറ്റുപാടുമുള്ള വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടാറുണ്ടോ? അവരെ പോലെ ആകാനല്ല ദൈവം നമ്മെ വിളിച്ചത്, മറിച്ച് ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിലകൊണ്ട് നമ്മിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഭൂരിപക്ഷം പോകുന്നതിൻ്റെ പുറകെ പോകരുത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ പോകണം. കൃപ ലഭിച്ച നോഹയെക്കുറിച്ച് ആ വാക്യത്തിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, വാക്യം 9, നോഹ നീതിമാൻ, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു, ദൈവത്തോടു കൂടി നടന്നു. നോഹയുടെ ജീവിതത്തിലുണ്ടായിരുന്ന 3 സവിശേഷ സ്വഭാവങ്ങളാണ് നാം വായിച്ച് കേട്ടത്. താൻ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായ ദൈവത്തോടു കൂടി നടന്നായിരുന്നു. പ്രിയപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 സവിശേഷ സ്വഭാവങ്ങളാണിത്. ഈ 3 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്നാമതായി നോഹ നീതിമാൻ. നീതി ചെയ്യുന്നവൻ നീതിമാൻ. വെളിപ്പാട് പുസ്തകം പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. നീതിമാൻ നീതി ചെയ്യട്ടെ. നീതി ചെയ്യുന്നവൻ നീതിമാനും. ഏതെങ്കിലും കാര്യാദികൾ ഏർപ്പെടുമ്പോൾ, അനീതിയുടെ കാര്യങ്ങളിലേക്ക് പോകാൻ മനസ്സ് വെമ്പുമ്പോൾ അതിനെ തിരസ്കരിച്ചുകൊണ്ട് നീതി മേഖലകളിൽ ഞാനും നിങ്ങളും യാത്ര ചെയ്താൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വിളി നമുക്ക് ലഭിക്കാനിടയായിത്തീരും നീതിമാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, സണസഭകളിൽ നമ്മൾ ഏർപ്പെടുന്ന ഓരോ കാര്യാദികളിലും നീതിയുടെ വഴിയിലൂടെ ജീവിപ്പാൻ അതുപോലെ അനീതിയിലേക്ക് പോകുവാൻ മനസ്സ് വെമ്പുമ്പോൾ ആ മേഖലകളിൽ പോകാതെ നാം അതിനെ തിരസ്കരിച്ചുകൊണ്ട് നീതി മേഖലകളിൽ ജീവിച്ചാൽ ദൈവം നിശ്ചയമായിട്ട് നമ്മളെയും വിളിക്കും നീതിമാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമതായി തൻ്റെ തലമുറയിൽ നിഷ്കളങ്കൻ. അത് മനസ്സാക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഹൃദയമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, ഹൃദയത്തിൽ ദൈവത്തിന് നിരക്കാതെ, മറ്റുള്ളവർക്ക് മുറിവേൽക്കാതെ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ള, അതുപോലെ തന്നെ നമ്മെ തന്നെ ശോധന ചെയ്യുവാനുള്ള ഒരു അനുഭവം. ഇയ്യോബിന് ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇതാണ് നിഷ്കളങ്കൻ എന്ന് പറയുന്നത്. ദൈവം നിഷ്കളങ്കനോട് നിഷ്കളങ്കനാണ്, ദയാലുവോട് ദയാലുവാണ്, വക്രതനോട് വക്രത കാണിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നിഷ്കളങ്ക ഹൃദയമുണ്ടാകണം, നിഷ്കളങ്ക മനസ്സുണ്ടാകണം. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, അതുപോലെ നമ്മൾ ഒരു അനുതാപ മനസ്സുള്ളവരായിരിക്കണം. നമ്മൾക്കറിയാം, യോബും നിഷ്കളങ്കനായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നിഷ്കളങ്ക മനസ്സുണ്ടാകണം. വക്രതയെ വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ട ദൈവമക്കളെ. മനുഷ്യൻ പണം ഉണ്ടാക്കാനാണ് വക്രത കാണിക്കുന്നത്, പക്ഷേ വിശ്വാസിയുടെ ജീവിതത്തിൽ വക്രത പാടില്ല. ബൈബിൾ നാം പഠിക്കുമ്പോൾ അനേകർ വക്രതയിലൂടെ പണം ഉണ്ടാക്കുവാൻ ശ്രമിച്ചവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യൂദ പണം ഉണ്ടാക്കുവാൻ വേണ്ടിയല്ലേ ആ ഗുരുവിനെ ഒറ്റിക്കൊടുത്തത്. ഗേഹസി നയമാൻ്റെ കുഷ്ഠം നിറഞ്ഞ പണം വക്രതയിലൂടെ നേടുവാൻ നോക്കിയതല്ലേ. ആകാൻ ബാബിലോൺ മേലങ്കി കണ്ട് മോഹിച്ച് കൂടാരത്തിൽ ഒളിപ്പിച്ച് ദൈവം പറയാത്തൊരു കാര്യം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ 3 പേർക്കും ഇത് പ്രയോജനപ്പെട്ടോ? പ്രയോജനപ്പെട്ടില്ല.
എന്താണ് കാരണം? അത് ദൈവം കൊടുക്കാത്തതായിരുന്നു, ദൈവം അനുവദിക്കാത്തതായിരുന്നു. ദൈവം അനുവദിക്കാത്തത് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്കത് പ്രയോജനമാകത്തില്ല. നമുക്ക് നോഹയിലേക്ക് മടങ്ങി വരാം. നിഷ്കളങ്കനായിരിക്കുക. പണപരമായ കാര്യങ്ങളാണ് വക്രത വരുവാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ നിഷ്കളങ്കനായിരിക്കുക, വിശ്വസ്തനായിരിക്കുക. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന നോഹയെക്കുറിച്ച് പറയുന്നത്, അവൻ ദൈവത്തോടു കൂടി നടന്നു. ദൈവത്തോടു കൂടി നടന്നതുകൊണ്ടാണ് ദൈവം വലിയൊരു ദൗത്യം നോഹയെ ഏൽപ്പിച്ചത്. ഒരു പെട്ടകം ഉണ്ടാക്കുവാനും പ്രളയത്തിൽ നിന്ന് ആ ജനത്തെ രക്ഷിപ്പാൻ ഒരു പെട്ടകം ഉണ്ടാക്കാൻ ദൈവം കൽപ്പിച്ചു. അങ്ങനെ ആ ദൗത്യം ദൈവം നോഹയെ ഏൽപ്പിക്കുവാണ്. അതിൻ്റെ 6-22 വാക്യം നമുക്ക് വായിക്കാം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു യഥാർത്ഥ ദൈവത്തിൽ ഉണ്ടായിക്കേണ്ട ഒരു ആത്മീയ സ്വഭാവമാണ്. എന്താണ് ദൈവം കൽപ്പിക്കുന്നത് അങ്ങനെ തന്നെ അത് ചെയ്യണം. നോഹ അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവം എന്താണ് നമ്മോട് കൽപ്പിക്കുന്നത് അനുസരിച്ച് ജീവിക്കണം. അതുപോലെ തന്നെ ജീവിക്കണം. എന്നാൽ ഞാൻ മുഖാന്തരം നമ്മുടെ സ്ഥലസഭ, നമ്മുടെ കുടുംബം, ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയാത്തിരും. ഈ നോഹയെപ്പോലെ ദൈവകൃപ ലഭിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.